എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ടർബോ റിലീസാവാണ് ചെയ്തത്. നമ്മൾ കണ്ടിരുന്നു. എന്തായാലും പടത്തിന് നല്ലൊരു പ്രതീക്ഷയോടെയാണ് പോയിരുന്നത്. അതുപോലെ തന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഒരു സിനിമ എന്ന നിലയിൽ പടം നല്ല രീതിക്ക് തന്നെ വൈശാഖ് എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു 72-കാരൻ്റെ അഴിഞ്ഞാട്ടം എന്ന് തന്നെ പറയാം. മമ്മൂട്ടി കിഡിലനായിട്ടുണ്ട്. മമ്മൂക്കയുടെ ഒരു ഔട്ട് ആൻഡ് ഔട്ട് ഒരു ഫൈറ്റ് കാര്യങ്ങൾ എല്ലാം കൊണ്ടും ആസ് എ മൂവി സൂപ്പറായിട്ടുണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ മമ്മൂക്ക ടർബോ ജ്യൂസ് എന്ന ആ ഒരു കഥാപാത്രത്തിന് ശരിക്കും ഫൈറ്റ് ചെയ്യാനും എൻ്റർടൈൻ ചെയ്യാനും വേണ്ടി എടുത്തു വെച്ചൊരു സിനിമ എന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷേ എന്നാൽ വൈശാഖ് അത് നല്ല രീതിക്ക് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. വളരെ ക്ലീശ ആയിട്ടുള്ളൊരു സ്റ്റോറിയാണെന്നുണ്ടെങ്കിലും നമുക്ക് കണ്ടുമെടുത്ത ആ ഒരു സ്റ്റോറി വൈശാഖ് ഒട്ടും ബോറടിക്കാതെ തന്നെ ഇത്തിരി കൂടി എൻഗേജിങ് ആയിട്ട് സെക്കൻഡ് ഹാഫ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പടം ഒരു ഡീസൻ്റ് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഒട്ടുമിക്ക ആൾക്കാർക്ക് ഈ പടം കണ്ടു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു പ്രഡിക്ഷൻ കാര്യങ്ങളൊക്കെ സിമ്പിളായിട്ട് നടത്താൻ പറ്റും. കാരണം അങ്ങനത്തെ ഒരു സ്റ്റോറി ലൈനാണ് പടത്തിൻ്റേത്. അതുപോലെ തന്നെ എടുത്ത് പറയേണ്ട മറ്റൊരു സിനാരിയാണ് പടത്തിലെ ഫൈറ്റ് എന്ന് പറയുന്നത്. പടത്തിലെ ഫൈറ്റൊക്കെ കിടിലൻ ഫൈറ്റ് തന്നെയാണ്. ആ ഒരു ക്ലൈമാക്സ് ഫൈറ്റ്, അതുപോലെ പോലീസ് സ്റ്റേഷനിലുള്ള ഫൈറ്റ്, ക്ലൈമാക്സ്, അതുപോലെ കാർ ചേസിങ്, ഇങ്ങനെയുള്ള ഫൈറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കിടിലനായിട്ട് തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു മാസ് മസാല പടത്തിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താണോ അതൊക്കെ പടത്തിൽ വന്നിട്ടുണ്ട്. എന്തായാലും നീങ്ങി നിരങ്ങി എത്തുന്ന ഒരു ഫസ്റ്റ് ഹാഫാണ്. ഒരു ഒട്ടും എൻഗേജിങ് അല്ല, എന്നാൽ ജസ്റ്റ് പിടിച്ചിരുത്തുന്ന ഒരു ടൈപ്പ് ഓഫ് ഫസ്റ്റ് ഹാഫ്. എന്നാൽ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ നേരെ തിരിച്ച് മാറുകയാണ്, കിടിലനായി മാറുകയാണ് സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ പടം ഇത്തിരി കൂടി എൻഗേജിങ് ആവുന്നു. അതുപോലെ തന്നെ പ്ലോട്ടിലേക്ക് വരുന്നു, കഥയുടെ പ്ലോട്ടിലേക്ക് വരുന്നു. അതുപോലെ തന്നെ പടം നല്ലൊരു ഫൈറ്റ് കാര്യങ്ങൾ മമ്മൂട്ടിയൊക്കെ ആ ഒരു എക്സ്ട്രീമിലേക്ക് എത്തുന്നത് സെക്കൻഡ് ഹാഫിലേക്ക് എത്തുമ്പോഴാണ്. എന്തായാലും മമ്മൂട്ടിയുടെ 72-കാരൻ്റെ ഒരു അഴിഞ്ഞാട്ടത്തിലേക്ക് തന്നെയാണ് നമ്മളെല്ലാവരും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. വൈശാഖ് അത് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഔട്ട്പുട്ട് നമുക്ക് പടത്തിൽ നിന്ന് കിട്ടിയിട്ടുമുണ്ട്. എന്തായാലും ഔട്ട് ആൻഡ് ഔട്ട് മമ്മൂട്ടി ഫാൻസിനൊക്കെ അടിച്ചു പൊളിക്കാനുള്ള ഒരു പടം തന്നെയുണ്ട്. മറ്റൊരു സെക്ഷനാണ് പടത്തിൻ്റെ കോമഡി എന്ന് പറയുന്നത്. പടത്തിൻ്റെ കോമഡി നല്ല രീതിക്ക് തന്നെ വർക്കൗട്ട് ആയിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ ഇപ്പോൾ ഒരു ആവറേജ് കോമഡി ആണെങ്കിലും സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ഇത്തിരി കൂടി നല്ല കോമഡി നമുക്ക് കിട്ടുന്നുണ്ട്. അത് ഇത്തിരി വർക്കൗട്ട് ആയിട്ടുണ്ട്. പിന്നെ ഒരു എടുത്ത് പറയേണ്ട ക്യാരക്ടർ എന്ന് പറയുന്നത് നമ്മുടെ രാജ്ബി ഷെട്ടിയാണ്. വില്ലൻ വേഷത്തിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പുള്ളി പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. ബാക്കി കാസ്റ്റ് ആൻഡ് ക്രൂ എന്ന് പറയുന്നത് ഡീസൻ്റാണ്, ഓക്കെയാണ്. എന്തായാലും ലോജിക് വൈസ് നോക്കാതെ അടിച്ചു പൊളിക്കാൻ പറ്റുന്ന ഒരു പടമാണ്. കാരണം പ്രെഡിക്റ്റബിൾ ആയൊരു സ്റ്റോറി നല്ല രീതിക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ലോജിക്കൊന്നും നോക്കാതെ പോയി ഒരു മമ്മൂട്ടി ഷോ തന്നെ കാണാൻ പോയി കഴിഞ്ഞാൽ എല്ലാവർക്കും സാറ്റിസ്ഫൈ ആവുന്ന നല്ലൊരു സിനിമ എന്ന് തന്നെ നമുക്ക് ടർബോനെ പറയാം. ഒരു വാവ് ഫാക്ടർ നമ്മുടെ മമ്മൂട്ടി കമ്പനി, ആ ഒരു പ്രൊഡക്ഷൻ കമ്പനിയിൽ നിന്ന് വന്ന സിനിമകൾക്കൊക്കെ ഒരു വാവ് ഫാക്ടർ ഉണ്ടായിരുന്നു. എന്നാൽ ടർബോയിലേക്ക് വരുമ്പോൾ അങ്ങനത്തെ ഒരു ഇതേ ഇല്ല. പടം ഒരു കമേഴ്ഷ്യൽ പടം, ആ ഒരു കമേഴ്ഷ്യൽ നിലവാരം പടം നിലനിർത്തിയിട്ടുണ്ട്. എങ്ങനെയാവും പടത്തിൻ്റെ ഒരു ഹൈ എന്ന് നമുക്ക് കണ്ടു തന്നെ അറിയണം. വരും ദിവസങ്ങളിൽ എന്തായാലും ഫസ്റ്റ് ഡേ റെക്കോർഡ് ഇടാൻ എല്ലാവിധ ചാൻസും ഉണ്ട്. പടം നമുക്ക് എന്താവുമെന്ന് കണ്ടറിയാം. എന്തായാലും പടത്തിൻ്റെ അഭിപ്രായം കണ്ടിട്ട് എല്ലാവരും കമൻറ്റ് ബോക്സിൽ വന്ന് പറയാം. നമുക്കതുപോലെ തന്നെ കൂടുതൽ അപ്ഡേറ്റുകൾക്കും ടർബോരെയും അതുപോലെ തന്നെ മറ്റ് വരുന്ന സിനിമകളുടെ അപ്ഡേറ്റുകൾക്കായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും കൂടുതൽ വീഡിയോകളായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം.